തൃശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. തെക്കേ സ്വരാജ് റൗണ്ടിൽ നിർമ്മിക്കുന്ന പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. മേക്കാവ് ക്ഷേത്രം മേൽശാന്തി കാരേക്കാട് രാമൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയ്ക്ക് ശേഷമാണ് കാൽനാട്ടിയത്. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പാറമേക്കാവിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം. ആദ്യ ചടങ്ങിൽ പൂരാവേശം അലതല്ലി. പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാലിലും തിരുവമ്പാടിയുടെ നടുവിലാലിലും നായ്ക്കനാലിലുമാണ് പൂരപ്പന്തൽ ഉയരുക. തിരുവമ്പാടിയുടെ കാൽനാട്ടുകർമ്മം ഈ മാസം 25-ന് നടക്കും. വെടിക്കെട്ടിന്റെ ഫയർ ലൈനിൽ മാറ്റം വരുത്തി കൂടുതൽ പേർക്ക് ഇക്കുറി സ്വരാജ് റൗണ്ടിൽ വെടിക്കെട്ട് കാണാനുള്ള സൗകര്യമൊരുക്കുമെന്ന പാറമേക്കാവ് ദേവസ്വം. വെടിക്കെട്ട് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ സ്വാഗതം ചെയ്തു പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്. ഏതാണ്ട് 4-5 ദിവസം മുമ്പ് ജില്ലാ ഭരണകൂടവും പാറമേക്കാവ് ദേവസ്വമായിട്ട് ഇവിടെ അളക്കുകയുണ്ടായി. ഇപ്പോൾ ഫയർ ലൈൻ ഒന്നുകൂടി ഉള്ളിലേക്ക് വലിച്ചാൽ വളരെയധികം ആൾക്കാരെ സ്വരാജ് റൗണ്ടിൽ നിർത്താൻ സാധിക്കും. അപ്പോൾ ഇത്തവണ വളരെ ഒരു ചെറിയ ഏരിയയിലാണ് നിർത്താൻ 100 അടി കിട്ടാത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും 100 മീറ്ററിൽ കൂടുതലുണ്ട്. പൂരം വെടിക്കെട്ട് ഭംഗിയായി ആസ്വദിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി മുൻ മന്ത്രി VS സുനിൽകുമാർ. തൃശ്ശൂർ റൗണ്ടിൽ പന്തലിൻ്റെ കാൽനാട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പൂരത്തിൻ്റെ തിരക്കാരംഭിക്കും. ആ തിരക്കാരംഭിച്ച് കഴിഞ്ഞാൽ പൂരം കഴിയുന്നത് വരെ അതിൻ്റെ ആവേശകരമായിട്ടുള്ള ഒരുക്കങ്ങളും എങ്ങനെ പൂരം അതിഗംഭീരമാക്കാൻ കഴിയുന്നതാണ് എല്ലാവരും കൂടി ആലോചിക്കുന്നത്. പൂരത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയിലെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ. അതിഗംഭീരമായ പൂരമാക്കി 2025 പൂരം മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പൂരം മാത്രമല്ല, വെടിക്കെട്ട് ഉൾപ്പെടെ പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേരള ഗവൺമെൻറ്റും പൂരാഘോഷ കമ്മിറ്റികളും ദേവസ്വങ്ങളും തയ്യാറെടുത്ത് വരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം അതിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 100 അടി ഉയരത്തിലാണ് ബഹുനില പന്തൽ ഒരുങ്ങുന്നത്. 24 തൃശൂർ.